മാത്രമല്ല ഈ പദ്ധതി 20 കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെയുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ പറയുന്ന ഫലസ്തീന്റെ പല സ്ഥലങ്ങളിലും, അതായത് പ്രദേശങ്ങളിൽ താൽക്കാലികമായിട്ട് ഭരിക്കുന്നതിനൊരു നോൺ പൊളിറ്റിക്കൽ സമിതി, അതായത് നോൺ പൊളിറ്റിക്കലായിട്ട് ഇല്ലെങ്കിൽ അവിടെ ആ രീതിയിൽ ഒരു ഭരണത്തിലേക്കോ ഇല്ലെങ്കിൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോ ആണോ ഫലസ്തീൻ എന്നുള്ളത് ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഇവർ ഈ പറയുന്നത് പോലെ അവിടെ ചെയ്യാനുള്ള സാധ്യത അതിലുള്ളൊരു വിശ്വാസം കൂടി കൊടുക്കണമല്ലോ മറ്റ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ. അപ്പം ആ ഭരണം എങ്ങനെയായിരിക്കും എന്നതുകൂടി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അതായത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ. അതായത് ഫലസ്തീൻ അതോറിറ്റി, ഇസ്രായേൽ തന്നെ PLOയെ നിരായുധീകരിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി അവർക്ക് സമ്പൂർണമായി കീഴടങ്ങിയ ഒരു അതോറിറ്റിയാണ് ഫലസ്തീൻ അതോറിറ്റി. വെസ്റ്റ് ബാങ്കിൽ ഇത്രയധികം അതിക്രമം ഇസ്രായേൽ കാണിച്ചിട്ടും അതിനെതിരെ കമ എന്ന ഒരു അക്ഷരം ഉരിയാടാത്ത മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റിയെ നോക്കൂത്തിയാക്കി നിർത്തിക്കൊണ്ട് പുതിയ ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന ഒരു ഭരണസമിതി, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭരണം നടത്തുന്നത് പോലുള്ള ഒരു ഭരണസമിതിയെയാണ് ടെക്നോക്രാറ്റുകൾ അടക്കമുള്ള ഒരു ഭരണസമിതിയായിട്ട് പുതുതായിട്ട് ഗസയിൽ വരാൻ പോകുന്നത്. എന്നിട്ട് പറയുന്നത് ഈ ഫലസ്തീൻ അതോറിറ്റിയെ നവീകരിക്കുമെന്നാണ്. അതെ, നോൺ പൊളിറ്റിക്കൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ഇവർ ഇസ്രായേലിന് സമ്മതമായിട്ടുള്ള, ഇസ്രായേലിന് പരിപൂർണമായും തൃപ്തിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ഈ ടെക്നോക്രാറ്റുകളെ ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധമില്ലാത്ത, ഹമാസുമായി ബന്ധമില്ലാത്ത, സ്വാഭാവികമായും ഫലസ്തീൻ ജനതയുടെ യാതൊരു തരത്തിലുള്ള പ്രതിനിധീകരണവും ഒരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഒരു എവിടെ നിന്നൊക്കെയോ ഇറക്കുമതി ചെയ്യുന്ന ടെക്നോക്രാറ്റുകളുടെ ഒരു ഭരണത്തിനാണ് ഈ ഗസയെ വിട്ടുകൊടുക്കാൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും നെതന്യാഹുവിനും ട്രംപിനോടും മാത്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ അധിനിവേശത്തിന്റെ തുടർച്ച പ്രാദേശികമായി, അത് ലോകത്ത് എന്നും നമ്മൾ അധിനിവേശങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക, അത്തരം ഭരണകൂടങ്ങളുടെ അവരുടെ പാവകളായി നിലകൊള്ളുന്നത്. അപ്പോ അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ള ഭരണകൂടം സോവിയറ്റ് യൂണിയന്റെ പാവയായിട്ട് നിലകൊണ്ടല്ലോ, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ നടന്ന ഒരു പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനാണ് ഇപ്പോൾ ട്രംപ് ഈ നിർദ്ദേശം വഴി സാധിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടിംഗ് നേരെ ട്രംപിനായിരിക്കും. ടോണി ബ്ലെയർ ആയാലും മറ്റാരായാലും അത് സ്വാഭാവികമായും അമേരിക്കൻ താല്പര്യങ്ങൾ സമ്പൂർണ്ണമായി. ഇപ്പൊ തന്നെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ വെടിനിർത്തൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 5 ലക്ഷ്യങ്ങളുണ്ട്. ആ 5 ലക്ഷ്യങ്ങളും ഈ ട്രംപിന്റെ പദ്ധതിയിലുണ്ട്. സ്വാഭാവികമായും പദ്ധതിയുടെ അന്തിമ പരിണതി അതെങ്ങോട്ടാണ് പോകുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കൃത്യമായ സൂചനകളാണ്.